SFI വിട്ടതിന് പിന്നാലെ വിദ്യാർത്ഥിയെ SFI നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. കൊല്ലം പുനലൂർ SN കോളേജ് വിദ്യാർത്ഥി വിഷ്ണു മനോഹരനെയാണ് ഭീഷണിപ്പെടുത്തിയത്. വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുമെന്ന് SFI നേതാവ് ആരോമൽ തെന്മല ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, എന്താണ് SFI നേതാവിന്റെ ഭീഷണി? എന്താണ് ഇതിന്റെ വിവരങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. SFI വിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിക്ക് നേരെ ഒരു ഭീഷണി ഉണ്ടാകുന്നത്. SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം ആണ് ഇത്തരത്തിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പുനലൂർ SN കോളേജിലെ വിഷ്ണു മനോഹരനെയാണ് ഇത്തരത്തിൽ SFIയുടെ നേതാവ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. വീട്ടിൽ കയറി മർദ്ദിക്കും, വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് കാണിച്ചു തരാം എന്നുൾപ്പെടെയുള്ള ഭീഷണികളാണ് ഉണ്ടായത്. ഈ കോളേജിലെ ഒരു സാംസ്കാരിക സംഘടനയിൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കടന്നത്. ഈ ആരോമൽ തെന്മല എന്ന് പറയുന്ന SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയത്. ഭീഷണി ഒപ്പം തന്നെ ഇയാൾക്കെതിരെ വലിയ തോതിലുള്ള തെറിവിളിയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഈ വിഷ്ണു നിലവിൽ SFIയിൽ നിന്ന് രാജിവെച്ച് ASFൽ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ASFൽ അംഗത്വം സ്വീകരിച്ചത്. ഒരേ മുന്നണിയിൽപ്പെട്ട രണ്ട് സംഘടനകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം. പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ അടിക്കുമെന്നും മറ്റു തരത്തിൽ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുള്ള ഭീഷണിയുമായി SFIയുടെ മുതിർന്ന ഉത്തരവാദിത്തമുള്ള നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് നിലവിലെ വിഷയം. വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുമെന്നാണ് SFI നേതാവ് ആരോമൽ തെന്മല ഭീഷണിപ്പെടുത്തിയത്. സ്നേഹങ്ങൾ പറയാം, SFIക്കാരെതിരെ ക്യാമ്പസിനകത്തോ നിന്റെ ക്ലാസ്സിനകത്തോ നീ SFIക്കാരെ എന്തെങ്കിലും രീതി വർത്താനം പറഞ്ഞ നിന്റെ ചെടിക്കല് നീ പുനലൂർ KSRTC സ്റ്റാൻഡ് തുടങ്ങി നിന്റെ വീട് കഴിഞ്ഞിട്ടുള്ള നിന്റെ വീട്ടിൽ അതിനെ അടിക്കും. വീട്ടിൽ കയറി അടിക്കും. ഓ സമ്മതിക്കാം, അവരെ അടിക്കണം. അവിടെ ആരടിക്കാൻ വരും? നിന്റെ പിള്ളേരുടെ മുമ്പിൽ കഴിച്ചാൽ നീ ഏതാ? നിന്റെ പിള്ളേരുടെ മുന്നിൽ വെച്ചല്ല, നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചടിക്കും. AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കൊട്ടാരക്കരയിൽ നിന്നും നൽകിയത്.